നമുക്കിപ്പം നമുക്ക് വളരെ പെട്ടെന്ന് പറയാവുന്നൊരു കാര്യമാണ്. വെള്ളാപ്പള്ളി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. അതുകൊണ്ടാണ് ഈ പറയുന്ന പിന്നെ ശ്രീനാരായണീയരായിട്ടുള്ള ആളുകളൊക്കെ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ BJP-യിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദികൾ CPM തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെ ഒക്കെ അങ്ങ് വളരെ പെട്ടെന്ന് എതിർക്കുക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു ഒരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ 1995 ശിവഗിരി ആക്ഷൻ ഉണ്ടാകുന്നത്. ശ്രീ ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് 500 പോലീസുകാരാണ് ആ ശിവഗിരി മഠത്തിലേക്ക് കയറിയത്. യഥാർത്ഥത്തിൽ ഈ SNDP-യുടെ ചരിത്രം തന്നെ മാറുന്നൊരു സംഭവമാണ് ഈ ശിവഗിരി ആക്ഷൻ എന്ന് പറയുന്നത്. അന്ന് ഡോക്ടർ രാഹുലനും ഗോപിനാഥൻ വക്കീലുമായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും. അവർ പ്രോ UDF ആയിരുന്നു. ഗോപിനാഥൻ വക്കീൽ എനിക്ക് തോന്നുന്നത് KPC എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഡോക്ടർ രാഹുൽ നാട്ടികയിൽ മത്സരിച്ചിട്ടുള്ള ആളുമാണ്. അവർ കോൺഗ്രസിനോട് അനുഭാവമുള്ള നേതൃത്വം തന്നെയായിരുന്നു. അവർക്കെതിരായിട്ടാണ് ഈ പറയുന്ന വിദ്യാസാഗറിൻ്റെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും നേതൃത്വത്തിലൊരു എതിർചേരി പിന്നെ SNDP-യിൽ ശക്തമാകുന്നു. 96 നടന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് വെള്ളാപ്പള്ളി നടേശൻ വരികയും ചെയ്യുന്നത്. ആ 96 ഒരു പ്രത്യേകത എന്താണ്? വലിയ പ്രതിച്ഛായോടുകൂടിയാണ് AK ആൻ്റണി കേരളത്തിലേക്ക് വന്നത്, അല്ലേ? ആ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയായ AK ആൻ്റണിക്ക് നല്ല പ്രതിച്ഛായുണ്ടായിരിക്കുന്ന സമയത്താണ് 96 വലിയ പരാജയം AK ആൻ്റണിക്ക് ഉണ്ടാകുന്നത്. അത് ആ ശിവഗിരി ആക്ഷൻ ഉണ്ടാക്കിയ ഒരു വലിയ പ്രത്യാഘാതമാണ്. അത് അവിടെ അതിന് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള തിരിച്ചടി പിന്നെ കോൺഗ്രസിനുണ്ടായി. അപ്പം ഈ പറയുന്ന SNDP എന്ന് പറയുന്ന പ്രസ്ഥാനവും അതുപോലെ തന്നെ ആ ഈഴവ വിഭാഗം ഇപ്പം MV ഗോവിന്ദ മാസ്റ്റർ വളരെ ശരിയായിട്ട് വിശദീകരിച്ചിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ. അതായത് തെക്കൻ കേരളത്തിൽ ഈഴവരും വടക്കൻ കേരളത്തിൽ തീയ സമുദായത്തിൽപ്പെട്ടവരുമാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ല്. ആ വിഭാഗത്തിൽ നിന്നൊരു നല്ല ശതമാനം അല്ലെങ്കിൽ ഒരു പ്രത്യേക ശതമാനം RSSൻ്റെ അജണ്ടയിലേക്ക് മാറിപ്പോകുന്നു, വഴുതിപ്പോകുന്നു, അതിനെ നേരിടേണ്ടതുണ്ട് എന്ന് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ആ വിഭാഗത്തെ പിണക്കുക എന്ന് പറയുന്നത്, അല്ലെ അതിൻ്റെ ഒരു പ്രതിനിധിയായി നിൽക്കുന്ന അല്ലെങ്കിൽ ആ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശന് എതിരായിട്ട് അതിശക്തമായി പിന്നെ പരസ്യമായി പിന്നെ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ CPM പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് അത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ആ വിഷയത്തെ വളരെ ശ്രദ്ധയോടുകൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ആ അർത്ഥത്തിലൊക്കെയാണ് ഞാൻ പറയുന്നത് ഇതൊരു തുടക്കമാണ്. പിണറായി വിജയൻ്റെ ഈ പ്രസ്താവന അത്ര ലളിതമായി നമ്മൾ കാണണ്ട. മാത്രമല്ല വേറൊരു അപകടം ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് ഈ കോൺഗ്രസിനെയും ലീഗ് അടക്കമുള്ള ആ UDF മുന്നണിയും ന്യൂനപക്ഷ തീവ്രവാദ വിഭാഗങ്ങളുമായി കൈകോർത്തു നിന്നുകൊണ്ടാണ് ഈ വിജയം വരിക്കുന്നത്, നേടുന്നത് എന്ന് പറയുമ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പ്രീണിപ്പിക്കുന്നു എന്ന പേരിലാണ് ഇടതുപക്ഷത്തിൽ നിന്ന് വോട്ട് BJP-യിലേക്ക് പോയതെങ്കിൽ നാളെ UDF-നും അത് ബാധകമാകും എന്നൊരു പ്രശ്നമുണ്ട്. അത് അടിസ്ഥാനപരമായി ശരിയാണോ ആ തന്ത്രം എന്നൊരു ചോദ്യമുണ്ട്. കാരണം UDF-നെയും ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെയും പ്രത്യേകിച്ച് മതതീവ്രവാദ വിഭാഗങ്ങളുമായി കൈകോർക്കുന്ന ഒരു ചേരിയാണത് എന്ന് വരുത്തി തീർത്തിയാൽ അവിടെ ഇരിക്കുന്ന മുന്നാക്ക അല്ലെങ്കിൽ പിന്നാക്ക ഹിന്ദു വോട്ടുകൾ നേരെ CPM-ലേക്ക് വരണമെന്നില്ല. അതും വേണമെങ്കിൽ BJP-യിലേക്ക് പോകാം. അപ്പോൾ തന്ത്രപരമായിട്ട് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് അത് എത്രമാത്രം ശരിയാണ് എന്നൊരു ആശങ്ക ഈ കാര്യത്തിൽ എനിക്കുണ്ട്. Meet the editors.